മാർക്കോ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. സിനിമയിലെ കൊടൂര വയലൻസ് തന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റും. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം കൂടുതൽ വയലൻ്റായ സിനിമകൾ നിർമ്മിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി മാർക്കോ 2 വരുന്നു. സിനിമയുടെ വിജയത്തോടൊപ്പം സിനിമയിലെ വയലൻസിനെ പറ്റി ധാരാളം വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചില സംശയങ്ങളാണ് എന്തുകൊണ്ട് മനുഷ്യർക്ക് അക്രമവാസനകളുള്ള ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നു എന്നത്. ഇത്തരം വയലൻസ് സിനിമകൾ നമ്മളെ മോശമായി സ്വാധീനിക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോ സിനിമയിലെ വയലൻസിനെ കുറിച്ചാണ്. മനുഷ്യർക്ക് ആക്രമണവാസനയെക്കുറിച്ച് സ്വതസിദ്ധമായ ഒരു ജിജ്ഞാസയുണ്ട്. താരതമ്യേന ശാന്തമായി ജീവിക്കുന്ന പല രാജ്യങ്ങളിൽ പോലും വയലൻ്റായ സിനിമകൾക്ക് ഒരു കുറവുമില്ല. ഒട്ടും വയലൻസ് ഇഷ്ടമില്ലെന്ന് പറയുന്ന ഒരാൾ പോലും അറിഞ്ഞും അറിയാതെയും ചെറിയ തോതിലുള്ള വയലൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ ഫുള്ള് വയലൻസാ എന്ന് പറയുന്നവരിൽ പലരും ചിരിച്ചു കണ്ടിരുന്ന കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കലാണ്. പക്ഷേ നമുക്ക് അതത്ര ഉപദ്രവമായിട്ട് തോന്നാറില്ല. അതെന്താണ് കാരണം? ഇതിൽ കോൺസിക്വൻസ് വളരെ പരിമിതമാണ്. ഇത്തരം വയലൻസിൽ നമുക്കറിയാം, താൽക്കാലികമായി മാത്രമേ വേദന നിലനിൽക്കുന്നുള്ളൂ. കഥാപാത്രങ്ങൾക്ക് കാര്യമായ അടി കിട്ടിയാൽ തന്നെയും പെട്ടെന്ന് തന്നെ അവർ എഴുന്നേറ്റ് പോകുന്നതായി കാണിക്കും. കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന ബോംബ് തൻ്റെ ദേഹത്ത് വീണാലും കരി പുരണ്ടിരിക്കും. ഇവിടെ കോമഡി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വയലൻസ് ഉപയോഗിക്കുന്നത്. ഇനി വളരെ ബ്രൂട്ടലായ സിനിമകൾ, ഹൊറർ, പ്രതികാരം, ത്രില്ലർ സ്വഭാവമുള്ള കഥകളിലാണ് വയലൻസ് ഏറ്റവും തീവ്രമായി ഉപയോഗിക്കുന്നത്. ഇത്തരം സിനിമകളിൽ എത്രത്തോളം വില്ലൻ കഥാപാത്രം ക്രൂരനാകുന്നോ അത്രയ്ക്കും ഭീതിയും നായക കഥാപാത്രങ്ങൾ രക്ഷപ്പെടാനുള്ള ആവേശവും നമ്മളിൽ വർദ്ധിക്കും. പലപ്പോഴും വയലൻസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല വയലൻസ് സിനിമകൾ കാണുന്നത്. ദൃശ്യം സിനിമയിൽ സഹദേവൻ എന്ന കഥാപാത്രം അച്ഛനമ്മയെയും മൂത്ത ചേച്ചിയെയും തല്ലിയ ശേഷം ഇളയ പെൺകുട്ടിയുടെ നേർക്ക് തിരിയുന്നൊരു ഷോട്ട്. അത് കാണുന്ന നിമിഷം പ്രേക്ഷകരുടെ മനസ്സിൽ അയ്യോ കുട്ടിയെ തല്ലടാ ദുഷ്ട എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുക. ഒരു വില്ലൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത്. പിന്നീടുള്ള രംഗങ്ങളിൽ നമുക്ക് വില്ലനോട് കടുത്ത ദേഷ്യം തോന്നും. ഇത്തരം സിനിമകൾ കാണുമ്പോൾ നമ്മളിൽ വലിയ തോതിലൊരു സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. നമ്മളിൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്നു. ബ്രൂട്ടലായ രംഗങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാക്കുന്ന അസ്വസ്ഥത, ഭീതി, അത് തന്നെയാണ് ഇത്തരം സിനിമകൾ ഉദ്ദേശിക്കുന്നത്. ഇനി സൂക്ഷ്മദർശിനി എന്ന സിനിമയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സൂക്ഷ്മദർശിനിയുടെ തുടക്കത്തിൽ ബേസു ജോസഫിൻ്റെ കഥാപാത്രം എന്തു ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നില്ല. ഓരോ തവണയും അയാളുടെ പ്രവൃത്തികൾ നമുക്ക് അസ്വാഭാവികമായി തോന്നിക്കുന്നു. അവസാനം ഈ കഥാപാത്രം മോഷ്ടിക്കാനാണ് കയറിയത് എന്ന് കാണിച്ചിരുന്നെങ്കിലോ അതുവരെ ഉണ്ടാക്കിയിരുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പഞ്ച് നഷ്ടപ്പെട്ടു. അയ്യേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഇത്തരം മിസ്റ്ററി ത്രില്ലറുകൾ നമ്മൾ കാണുന്നത് തന്നെ കൊടിയ ക്രൂരതകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല നിരാശയുണ്ടാകും. അപ്പോൾ വയലൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ വയലൻസ് ഇഷ്ടപ്പെടാത്തതും സിനിമയിൽ ഇഷ്ടപ്പെടുന്നതും? വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തിലിരുന്ന് നിരുപദ്രവകരമായ രീതിയിലാണ് നമ്മൾ വയലൻസ് ആസ്വദിക്കുന്നത്. സിനിമയിൽ കാണിക്കുന്ന വയലൻസ് നമ്മളെ നേരിട്ട് വേദനിപ്പിക്കുന്നില്ല എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഇത്തരം സിനിമകൾ നമ്മൾ കാണുന്നത്. സിനിമയിൽ കാണിക്കുന്ന നിമിഷം മാത്രമാണ് നമ്മൾ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുക. നമ്മൾ സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ മറക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ആക്ഷൻ സിനിമകൾ കാണുമ്പോൾ അടി കൊള്ളുന്നവർ നേരിടുന്ന പ്രയാസങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കാറേയില്ല. ഈ സിനിമകൾ ആ ഭാഗങ്ങൾ സൗകര്യപൂർവ്വം കാണിക്കാതിരിക്കുക. മാർക്കോ, ജോൺ വിക്ക് പോലുള്ള സിനിമകളിൽ എത്രയധികം ആളുകളെ കൊന്നാലും അവിടെ പോലീസ് ഒന്നും ഇടപെടില്ല. അതിന് എന്തെങ്കിലും കാരണമുള്ളതായി സിനിമയിൽ കാണിക്കാമെങ്കിലും വലിയ കോൺസിക്വൻസും ഒന്നും ഇല്ലാതെ ഇത്തരം കഥാപാത്രങ്ങൾ കൊലപാതകം നടത്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. താൽക്കാലികമായി യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ഇത്തരം സിനിമകൾ ചെയ്യുന്നത്. സിനിമ എന്ന മാജിക്കാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത്തരം സിനിമകൾ വയലൻസിന് വേണ്ടി തന്നെ കാണുന്നതാണ്. അങ്ങനെ കാണുന്ന ഒരാൾ ഒരു ക്രിമിനൽ ആകാൻ സാധ്യതയുണ്ടോ? കൂടുതൽ വയലൻസ് കാണുന്ന, ആസ്വദിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് ഒരു ഡീസെൻസിറ്റിവിറ്റിയാണ്. അതായത് വയലൻ്റായ രംഗങ്ങൾ കാണുമ്പോൾ അസ്വസ്ഥമാകാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ. വയലൻ്റായ രംഗങ്ങൾ സുഖകരമായി കാണാൻ പറ്റുക എന്നത് ഒരു ആക്രമണ വാസനയുടെ ലക്ഷണമായി പറയാൻ കഴിയില്ല. നിരന്തരം ശവശരീരങ്ങൾ കിരുമുറിക്കുന്ന ഒരു ഡോക്ടറോ പോസ്റ്റ്മോർട്ടം സർജനോ ഇത്തരത്തിലൊരു ഡീസെൻസിറ്റൈസ്ഡ് ആവുന്നതാണ്. എങ്കിലും അവരൊരു ക്രിമിനലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1960കളിൽ ആൽബർട്ട് ബന്ദുര എന്ന കനഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സംഘത്തോടൊപ്പം ഒരു പരീക്ഷണം നടത്തി. ഡോഡോ ഡോൾ എക്സ്പെരിമെൻറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ പരീക്ഷണത്തിൽ നഴ്സറി ക്ലാസ്സുകളിലുള്ള 36 ആൺകുട്ടികളെയും അത്ര തന്നെ പെൺകുട്ടികളെയും വിളിച്ചിരുത്തി. ഓരോ കുട്ടികളുടെയും മുന്നിൽ വെച്ച് മുതിർന്ന ആളുകൾ ഡോഡോ എന്ന പേരിലുള്ള ഒരു പാവയെ ഉപദ്രവിക്കുകയും മോശം പദങ്ങൾ ഉപയോഗിക്കുന്നതായും കാണിച്ചു. ഈ കാഴ്ച കാണിച്ച ശേഷം കുട്ടികളെ ഒറ്റയ്ക്ക് ഈ പാവയുടെ കൂടെയൊക്കെ കളിക്കാൻ വിട്ടു. കുട്ടികൾ മുതിർന്നവർ ചെയ്ത അതേപോലെ തന്നെ അനുകരിക്കാനും തുടങ്ങി. ഈ പരീക്ഷണത്തിൽ ചില ന്യൂനതകൾ ഉണ്ടെങ്കിൽ തന്നെയും പൊതുവിൽ കുട്ടികൾ മുതിർന്നവർ കാണിക്കുന്ന പ്രവൃത്തികൾ ശരിതെറ്റ് ബോധ്യമില്ലാതെ അനുകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം.
അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ കഴിവതും കുട്ടികളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മുടെ നാട്ടിൽ മാർക്കൊക്കെ കാണാൻ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന പാരൻസിനൊക്കെ കാണാൻ പറ്റും. 1965 ഇദ്ദേഹം ഈ പരീക്ഷണം വീണ്ടും നടത്തി. അതിൽ ഡോഡോയെ ഉപദ്രവിച്ച മുതിർന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായി കാണിച്ചു. ഇങ്ങനെ കാണിച്ചപ്പോൾ കുട്ടികൾ കൂടുതൽ ആവേശത്തിൽ ആക്രമണ വാസനകൾ പ്രകടിപ്പിക്കുന്നതായി കാണിച്ചു. അതേസമയം അവരുടെ പ്രവൃത്തികൾക്ക് ശിക്ഷിക്കുന്നതായോ ശകാരിക്കുന്നതായോ കാണിക്കുമ്പോൾ കുട്ടികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതായും കണ്ടു. അതായത് ശരിയോടും തെറ്റിനോടും സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഒരു കുട്ടിയുടെ വയലൻസ് സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. വയലൻസിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. വയലൻസ് എപ്പോഴും ഫണ്ണല്ല. വയലൻസ് ഒരേ സമയം അസ്വസ്ഥപ്പെടുത്തുന്നതുമാണ്, കാണാൻ രസവുമാണ്. വയലൻസിലൂടെ നേടുന്ന മനുഷ്യരുമുണ്ട്, മറുവശത്ത് വേദനിക്കുന്ന മനുഷ്യരുമുണ്ട്. ഇത്തരത്തിൽ വയലൻസിൻ്റെ വ്യത്യസ്ത വശങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ ഉണ്ടാകണം. മലയാളത്തിൽ തന്നെ ഒരു കൊലപാതകം ചെയ്താൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് കിരീടം പോലുള്ള സിനിമകൾ കാണിക്കുന്നത്. പ്രതികാരം ഒരാളെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന കഥയാണ് ഐ സോ ദ ഡെവിൾ എന്ന കൊറിയൻ സിനിമകൾ സംസാരിക്കുന്നത്. നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഏറിയും കുറഞ്ഞുമുള്ള വയലൻസ് ഉണ്ട്. അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള വയലൻസും നമ്മൾ ആസ്വദിക്കുന്നുമുണ്ട്. ശരിതെറ്റുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള സമൂഹത്തിൽ വയലൻസ് സിനിമകളുടെ സ്വാധീനം വളരെ കുറവായിരിക്കും.